രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവായ പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ മാരീചവധം എന്ന 44-ാം സർഗമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് രാമൻ സീതയെ ലക്ഷ്മണൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ പൊൻപിടിയുള്ള വാളും അതുപോലെ 3 വളവുള്ളതും അലങ്കാരങ്ങളോട് കൂടിയതുമായ വില്ലും 2 അവനാഴികളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറയണം. ഇങ്ങനെ നേരിട്ട് തന്നെ പിടിക്കാനായിട്ട് വരുന്ന രാമനെ കണ്ടപ്പോൾ മാരീചൻ അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ വേണ്ടി കുറേ ദൂരം ഓടുകയും ഒളിക്കുകയും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു. വാള് മുറുക്കി പിടിച്ച് വില്ലുമേന്തി രാമൻ മാനിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. രൂപം കൊണ്ട് തിളങ്ങുന്ന അതിനെ വളരെ അടുത്തായിട്ട് രാമൻ കണ്ടു. പക്ഷേ ആ വില്ലാളിയെ വീണ്ടും കളിയാക്കുന്ന രീതിയിൽ ആ മാൻ കുതിച്ചോടി എവിടേക്കോ മറഞ്ഞു. ഇപ്പം പിടിക്കാം എന്ന് രാമൻ വിചാരിക്കുമ്പോഴേക്കും മാൻ വളരെ അകലെ എത്തിച്ചേർന്നു. രാമൻ പിന്നാലെ ഓടുന്നു. വീണ്ടും അതാ ഉയരത്തിലേക്ക് എടുത്ത് ചാടുന്നു, മാനത്തേക്ക് എടുത്ത് ചാടുകയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ആകാശത്തിൽ നിന്ന് ആ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ചന്ദ്രൻ എങ്ങനെയാണോ വരുന്നത് അതുപോലെ അതിനിടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ദൂരം രാമനെ ഒടിപ്പിച്ചുകൊണ്ട് അവൻ പോയി എന്ന് പറയാനാണ്. അങ്ങനെ രാമൻ തൻ്റെ ആശ്രമത്തിൽ നിന്നും വളരെ അകലെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാമന് കുറച്ച് ദേഷ്യം വന്നു തുടങ്ങി. തന്നെ ഈ മാൻ വഞ്ചിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ഒരു പുൽപ്പരപ്പിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ ആ മാരീചൻ വീണ്ടും രാമനെ ഉന്മത്തനാക്കിക്കൊണ്ട് മറ്റു മാനുകളോടൊപ്പം അവിടെ വന്ന് അടുത്തൊരിടത്ത് വന്ന് ചേർന്നു എന്ന് പറയണം. അപ്പോൾ വീണ്ടും രാമൻ എഴുന്നേറ്റ് അവനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. അവൻ വീണ്ടും ഓടി. എന്നിട്ട് അകലെ ഒരു മരക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറിപ്പോയി എന്ന് പറയണം. ഇങ്ങനെ തന്നെ കളിപ്പിക്കുന്ന ഈ മാനിനെ കൊല്ലാൻ തന്നെ രാമൻ തീരുമാനിച്ചു. രാമൻ കോപം കൊണ്ട് ഒരു ശരം വലിച്ചെടുത്ത് സൂര്യകിരണം പോലെ തിളങ്ങുന്നതും വളരെ മാരകവും ബ്രഹ്മനിർമ്മിതവുമായ ആ ശരം ഒരു വില്ലിൽ തൊടുത്ത് വലിച്ച് മാനിൻ്റെ നേർക്കയച്ചു. ആ ഇടിവാള് പോലെയുള്ള ആ അസ്ത്രമേറ്റ് ആ മാനിൻ്റെ രൂപം ധരിച്ച മാരീചൻ മരിച്ചു വീണു. അമ്പേറ്റ് വീരുന്ന കരിമ്പനയെപ്പോലെ മേലോട്ടൊന്ന് കുതിർച്ച് വളരെ ദുഃഖിതനായിട്ട് അവൻ മരിച്ച് താഴെ വീണു. ഒപ്പം ഒരു വലിയ ശബ്ദവും ഉണ്ടായിരുന്നു എന്ന് പറയണം. ആ മരണസമയത്ത് മാരീചൻ തൻ്റെ ആ മായാരൂപം വെടിഞ്ഞ് രാക്ഷസരൂപം തന്നെ എടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഇനി രാവണന് തനിക്ക് സഹായം ചെയ്യാൻ ഈ അവസാന നിമിഷത്തിലെങ്കിലും തനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചു. എങ്ങനെയാണ് ലക്ഷ്മണനെ ആ ആശ്രമത്തിൽ നിന്ന് മാറ്റാൻ കഴിയുക എന്ന് ചിന്തിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറയാണ്. ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് അവൻ വിളിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സീതയെയും രാമനെയും വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് മാരീചൻ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ മരിച്ചു കിടക്കുന്ന മാരീചൻ്റെ രൂപം അടുത്ത് നിന്ന് കണ്ട രാമന് വളരെ വലിയ ദുഃഖമുണ്ടായി. കാരണം ലക്ഷ്മണൻ തന്നോട് പറഞ്ഞ കാര്യം അത് മാരീചനായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തു. അതുപോലെ തന്നെ സീതയെ പറ്റിയും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായി. ഇപ്പം മാരീചൻ മായ കൊണ്ട് തന്നെ കടുപ്പിച്ചോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. ഇപ്പം താൻ മാരീചനെ കൊന്നെങ്കിലും ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞാണല്ലോ അവൻ മരിച്ചത്. ഇത് കേട്ടിട്ട് സീത എന്താണ് ചിന്തിക്കുക, ലക്ഷ്മണൻ എന്ത് ചെയ്യും എന്നിങ്ങനെയൊക്കെ നനച്ച് ആ രാമന് വലിയ ദുഃഖമുണ്ടായി എന്ന് പറയുകയാണ്. മൃഗരൂപം കൊണ്ട് ആ രാക്ഷസനെ കൊല്ലുകയും അവൻ്റെ നിലവിളി കേൾക്കുകയും ചെയ്യുക ഒരു വലിയ വിഷാദം രാമനെ ബാധിച്ചു. അതുപോലെ ഒപ്പം തന്നെ തനിക്ക് സംഭവിക്കാവുന്ന ഭാവി കാര്യങ്ങളെപ്പറ്റിയുള്ള ഭയവും. എന്തായാലും അദ്ദേഹം വേറൊരു മാനിനെ കൊന്ന് അതിൻ്റെ മാംസവും എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സ്വർണ്ണവർണ്ണത്തിലുള്ള മാൻ. എന്നിട്ടും അതിനെ കണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച് മോഹിതനായി തീർന്ന രാമചന്ദ്രൻ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ എല്ലാവരെയും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ.